ഹലോ, ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പുതിയൊരു വർക്കാണ് കേട്ടോ. ഒരു 20 രൂപ സ്ക്വയർ ഫീറ്റ് ലേബറിന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ്, വിത്തൗട്ട് മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ വിഷ്വൽ നിങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയലേ 3 സ്ക്വയർ ട്യൂബ് കഴുക്കോലിനും 1.25 സ്ക്വയർ ട്യൂബ് പട്ടയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കഴുക്കോല് നമ്മൾ ടൈ ആക്കിയിട്ടാണ് അടിക്കുന്നത്. 20 അടിയോളം ഏകദേശം നീളം വരുന്നുണ്ട് ഷീറ്റിൻ്റെ. അപ്പോൾ അത് സിംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ തൂക്കം വരും. അപ്പോൾ അത് കാരണം അത് നമ്മൾ ടൈ ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാലിന് എടുത്തിട്ടുള്ളത് 3 സ്ക്വയർ ട്യൂബാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ പരിപാടി നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീം സെറ്റ് ചെയ്തെടുക്കണം. ഒരു 4 കഴുക്കോലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബോർഡർ കൊടുക്കുന്നത് 3ക്ക് 1.5 സ്ക്വയർ ട്യൂബിനെ എച്ചാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് തന്നെ ഡബിൾ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു 4 അടി തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ കഴുക്കോലുകളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് കളർ എപ്പോക്സി അടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ താഴത്ത്. ഇനി ഇതിലേക്ക് കാല് പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4x4 പ്ലേറ്റ് നമ്മൾ സ്ലാബിൽ ഹോൾ അടിച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 കാലാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കാലും അതുപോലെ തന്നെ ബോർഡറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 അടിക്ക് മീതെ നമ്മൾ ബോർഡറിനെ തള്ളി കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ 3.1 കൊണ്ട് ടൈ അടിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാലില്ലാതെ ഒരു 4 അടിയോളം തള്ളി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴുക്കോലിന് 3.2 സ്ക്വയർ ട്യൂബ് ടോപ്പിലും 1.2 സ്ക്വയർ ട്യൂബ് അതിൻ്റെ താഴേക്കിട്ടാണ് ടൈ അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 കഴുക്കോലുകളും സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 5 അടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ കഴുക്കോലുകൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ പട്ടിക അടിക്കുന്നത് 1.5ക്ക് 1.5 സ്ക്വയർ ട്യൂബാണ് കേട്ടോ അടിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 അടിയിലധികം നമ്മൾ തള്ളി നിർത്തുന്നുണ്ട് പട്ടികനെ. കഴുക്കോലിൽ നിന്ന് 3 അടിക്ക് മീതെ പുറത്തേക്ക് തള്ളി നിർത്തുന്നുണ്ട്. അപ്പോൾ അത് തൂക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പട്ടിക 1.5ക്ക് 1.5 ആക്കിയിട്ടുള്ളത്. സാധാരണ 1.5-3 നമ്മൾ പട്ടിക അടിക്കൽ. ഇത് നമ്മൾ 1.5-1.5 അടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 അടി ഗ്യാപ്പിന് നമ്മൾ പട്ടികകൾ മൊത്തം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫുള്ള് വെൽഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറഭാഗത്ത് ഒരു തൂവാല അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്തി ക്ലാമ്പ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത ഭാഗങ്ങൾ ഒന്ന് പ്രൈമർ ടച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മളെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ സ്ക്വയർ പാത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, 6 ഇഞ്ചിൻ്റെ. അതുപോലെ ജിന്താളിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. കുഴൽമന്ദത്താണ് വർക്ക് നടക്കുന്നത്. അവിടെ ആ ഷീറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൂവാല അടിച്ച് സെറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പാത്തിയിൽ എംസിയിലൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രേ കളർ ഷീറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരെടുത്തത് നീല കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 അടി ലെങ്ത്ത് വരുന്നുണ്ട് ഷീറ്റിൻ്റെ നീളം. 30 ഷീറ്റ് അല്ലാട്ടോ നമ്മൾ അടിക്കുന്നത്. 0.35 ഷീറ്റാണ് നമ്മൾ അടിക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിലേക്ക് ഒരു ഡ്രോപ്പും കൊടുത്തിട്ടുണ്ട്. പാത്തിയിൽ ഷീറ്റുകൾ കംപ്ലീറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ നിയമപ്രകാരം ഷീറ്റ് നമ്മൾ ഫ്ലാറ്റിൽ അടിക്കരുതെന്നാണ് പറയൽ. ആ മുഴ വരുന്ന റിഡ്ജ് ഭാഗത്താണ് സ്ക്രൂ അടിക്കണം എന്ന് പറയാം 2 ഇഞ്ചിൻ്റെ. നമ്മൾ ഫ്ലാറ്റിൽ 3/4 ഇഞ്ചാണ് അടിച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോഴേ ചിലപ്പോൾ കമൻറ്റ് വരും, ഇങ്ങനെയല്ല സ്ക്രൂ അടിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാത്ത കേസല്ല, നമ്മൾ ഇങ്ങനെയാണ് ചെയ്യൽ. നമുക്ക് ഇതിൻ്റെ പേരിൽ ആരും ഇതുവരെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. പിന്നെ വാറൻറ്റി കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടില്ല, അങ്ങനത്തൊക്കെയാണ് പറയലെല്ലാവരും. അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ കത്രിക ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് കട്ട് ചെയ്യാൻ പാടുള്ളൂ ഷീറ്റ്. പക്ഷെ പല ആളുകളും കട്ടിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യലുണ്ട്, സാൻഡർ ഉപയോഗിച്ചിട്ട്. അത് സാൻഡർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഷീറ്റ് വാറൻറ്റി കിട്ടില്ല. നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിയമം വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതും നിയമം വെച്ച് നോക്കണം. നമ്മൾ മൂളയൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ കട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് കട്ട് ചെയ്യലുള്ളൂ. ഷീറ്റ് കത്രിക ഉപയോഗിച്ചിട്ട് ആരും കട്ട് ചെയ്യുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. പിന്നെ അത്രയും പെർഫെക്ഷനിൽ ചെയ്യുന്നവരുണ്ട്, അത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ അവരതിനനുസരിച്ചിട്ട് റേറ്റിന് എടുക്കുന്നുണ്ടാവും. നമ്മളിങ്ങനെയാണ് ചെയ്യൽ. നമ്മൾ ഈ റേറ്റിന് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തതിൽ ആരും ഇതുവരെ ലീക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണമാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വർക്ക് ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ താഴത്തുനിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഒരു 3 അടിക്ക് മീതെ നമ്മുടെ പട്ടിക തള്ളി നിൽക്കുന്നുണ്ട്. തൂക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.